ഗൈസ്, നിങ്ങൾ വിചാരിക്കണ്ടാവില്ലേ ഞാൻ എന്താണ് ഈ കവറിൽ തപ്പി തരീണെന്ന്. ഇന്ന് മോള് സ്കൂളിൽ ഓണാഘോഷ പരിപാടിയാണ് കേട്ടോ. ഇന്ന് സ്കൂൾ അടക്കുന്ന ദിവസമാണ്. ഇനി 10 ദിവസം അവൾക്ക് കുശാലാണ് ആർമാദിച്ച് തിമിർത്ത് കളിക്കാം. എന്തായാലും ഇന്ന് ടീച്ചർ ഇന്നലെ മെസ്സേജ് അയച്ചിരുന്നു കേട്ടോ ഗ്രൂപ്പിൽ. ഇങ്ങനെ കുറച്ച് പൂക്കൾ കൊടുത്ത് വിടണം, ഇങ്ങനെ ഫ്ലവർ കാർപ്പറ്റ് ഉണ്ടാക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഉമ്മാൻ്റെ ഗാർഡനിലുള്ള കുറച്ച് 2-3 ഐറ്റംസ് കൊടുന്നു കേട്ടോ. തെച്ചിപ്പൂവ്, പിന്നെ എന്തോ ഒരു വള്ളിച്ചെടി പോലത്തെ പൂവ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ 2-3 ഐറ്റം കിട്ടി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഡയറി ഒന്ന് തപ്പി നോക്കിയിരുന്നു കേട്ടോ, എന്തെങ്കിലും പ്രത്യേകമായിട്ട് എഴുതിയിട്ടുണ്ടോയെന്ന്. അപ്പോൾ അവർ തന്നെ പൂവിൻ്റെ കാര്യങ്ങൾ ഓണാഘോഷ പരിപാടിക്ക് 60 രൂപ സദ്യക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കി അതിൻ്റെ അടുത്ത് വെച്ചു കേട്ടോ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ മോനെ ഞാൻ അതിൻ്റെ ഇടയിലൊന്ന് ഉറക്കിയിട്ടാ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ മോളെ സ്കൂളിൽ പറഞ്ഞേക്കുള്ള ഓരോ പരിപാടിയിലായിരുന്നു. ഫസ്റ്റ് ഇങ്ങനെ അയൺ ചെയ്യാനൊക്കെ വേണ്ടി നിന്നു കേട്ടോ. ഇന്ന് പിന്നെ അവർക്ക് ഓണാഘോഷ പരിപാടി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുമല്ലോ പട്ടുപാവാടൊക്കെ ആവും, അങ്ങനെയൊക്കെ ഇട്ടിട്ട് കുട്ടികൾ ഒരുക്കി നല്ല രസമല്ലേ പട്ടുപാവാടയിൽ കാണാനൊക്കെ. ഞാൻ മോളെ പണ്ടെങ്ങാനോ അല്ല കേട്ടോ, 2-3 വയസ്സിലായിട്ടാണ് ആദ്യം പട്ടുപാവാട അടുപ്പിച്ചത്. ആ പട്ടുപാവാട എപ്പോഴും ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഡ്രസ്സ് യൂണിഫോം തന്നെയാണ് ഇടേണ്ടത്. മെയിനായിട്ട് ഇത് കൊടുത്ത് വിടാൻ പറഞ്ഞു. പിന്നെ സദ്യ സ്കൂളിൽ നിന്ന് കിട്ടും. പിന്നെ ഇപ്പോൾ അവൾ ഒരു മൂടാണ് കേട്ടോ. നെയ്റോസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് അടുപ്പിച്ച് നെയ്റോസ്റ്റാണ്. ഇപ്പോൾ താഴെപ്പാലല്ല, റിംഗ് റോഡില്ല, തിരൂർ റിംഗ് റോഡിൻ്റെ അവിടെ നിന്ന് ഇപ്പോൾ എന്നും സബ്ക്കേന്ന് വാങ്ങിക്കൊണ്ട് ഇപ്പോൾ അവൾക്ക് ഇപ്പോൾ ആണെങ്കിൽ അവളെ കൊഞ്ചലിനനുസരിച്ച് ഇങ്ങനെ നിൽക്കുകയും ചെയ്യും. അങ്ങനെ അവൾ കുറച്ചൊക്കെ അവൾ തന്നെ വാരി തിന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് വാരി കൊടുത്തു. സ്പീഡ് കുറവാണ്, അപ്പോൾ ഞാൻ കുറച്ച് വാരിക്ക് കൊടുത്തു. എന്നിട്ട് ഇങ്ങനെ ഇന്നിപ്പോൾ എന്താ സ്നാക്സ് ആയിട്ട് ഫ്രൂട്ട്സ് കൊടുത്തേക്കാൻ കേട്ടോ പറഞ്ഞത്. പിന്നെ വെള്ളം, അപ്പോൾ ആപ്പിൾ വെച്ച് കൊടുത്തു, പിന്നെ വെള്ളം, അങ്ങനെ അതൊക്കെ സെറ്റാക്കിട്ടോ. അങ്ങനെ പിന്നെ അതാ മോളെ പറഞ്ഞയച്ചു. അവൾ ഉപ്പിയും കൂടി ഒരു 9:30 ആയപ്പോൾ ഇറങ്ങിട്ടോ. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് അത് ഞാൻ പറഞ്ഞല്ലോ നെയ്റോസ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഇപ്പോൾ വടയും വാങ്ങിയിരുന്നു. അപ്പോൾ അതും കൂടി, പിന്നെ ദോശയും ഇന്നലത്തെ അയില തേങ്ങരച്ച കറി ഉണ്ടായിരുന്നു കേട്ടോ. ഒക്കെ കൂട്ടി കഴിച്ചു. പിന്നെ ഞാനും മോനും കൂടി ഇതവിടെ, അവനെ ഉറക്കില്ല, ഭക്ഷണം കഴിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അവനെ ഉറക്കില്ല, ഒന്നുമില്ല. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടി ഇവിടെ ഇരുന്ന് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ ഉമ്മ കയറി വന്നു. അപ്പോൾ അതന്നെ. പിന്നെ അതാ അത്രയും നേരം വരെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് വെയിലറച്ചതാണ്. വെയിലറച്ചു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞ പാടന്നെ പിന്നെയും മഴ പെയ്തു. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ മഞ്ചിൻ്റെ പുതിയ ഫ്ലേവർ കഴിച്ചു കേട്ടോ, പീനട്ടിൻ്റെ ഫ്ലേവർ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഒന്ന് ഉച്ചക്കത്തെ ഫുഡ് ഒരു ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല ചിക്കൻ ബിരിയാണിയും പിന്നെ ബീഫ് പൊരിച്ചതും ഉണ്ടായിരുന്നു കേട്ടോ. പപ്പടം, അച്ചാർ, തൈരൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.